മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ കാർഡുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. എന്താണ് ഉദ്ദേശം? പൗരത്വ കാർഡ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. പൗരത്വത്തിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് പുതുതായിട്ട് നേറ്റിവിറ്റി കാർഡാണ് കൊണ്ടുവരുന്നത്. നേറ്റിവിറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ ഗതിയിൽ വാങ്ങിക്കാറുണ്ട്. നമ്മളിപ്പോൾ ആർമി റിക്രൂട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോഴാണ് പ്രധാനമായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. എവിടെയാണ് സ്ഥിരതാമസം എന്നുള്ളത് തന്നെയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് തരുന്നത് മിക്കവാറും വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും. വില്ലേജ് ഓഫീസിൽ ഈ റവന്യൂ അധികാരികളൊക്കെയാണ് ഇത്തരം നമ്മൾ എവിടെയാണ് താമസിക്കുന്ന ഒരു താമസ സ്ഥലം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടുന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാണ് കൊണ്ടുപോയി ഇത്തരം പരീക്ഷകൾക്കൊക്കെ സമർപ്പിക്കുന്നത്. ഇപ്പോൾ പൗരത്വം എന്ന് പറയുന്നൊരു പ്രശ്നമായിട്ടും ചർച്ചയായിട്ടും വിവാദമായിട്ടും ഒക്കെ നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പറയുകയാണ് ഞങ്ങളൊരു നേറ്റിവിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നു. പൗരത്വം അടക്കമുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെയൊക്കെ പ്രശ്നപരിഹാരം നടത്താൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിൻ്റെ സാധുതയാണ് പരിശോധിക്കപ്പെടേണ്ടത്. കാരണം പൗരത്വം ലഭിക്കാനായിട്ട് സ്ഥിരതാമസമായാൽ പറ്റില്ല. അത് മാത്രം കൊണ്ട് കാര്യമില്ല. ഞാൻ കേരളത്തിൽ താമസിക്കുകയാണ് കുറേ നാളായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ജനിച്ച ആളാണോ, എൻ്റെ അച്ഛനമ്മമാർ ഇവിടുത്തുകാരാണോ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചാൽ പൗരത്വം കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിലേ പൗരത്വം ലഭിക്കുകയുള്ളൂ. അല്ലാതെ പൗരത്വം ലഭിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഇതിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണല്ലോ കൂടുതലായിട്ടും നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുട്ടി ഇവിടെയാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ട്. അതെ, അങ്ങനെ ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇന്ത്യക്കാരനായിട്ട് മാറും. പക്ഷേ അനധികൃതമായി കുടിയേറിയവരുടെ മക്കൾക്ക് അത്തരത്തിൽ പൗരത്വം ലഭിക്കാമോ എന്നുള്ള ഒരു നൂലാമാല അവിടെ ഉണ്ട്. അത് നിയമപ്രശ്നം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും പൗരത്വം ലഭിക്കും, ജനനം കൊണ്ട് പൗരത്വം ലഭിക്കും. പക്ഷേ അങ്ങനെ എന്നിട്ട് ആ പൗരത്വം ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് പൗരത്വം ലഭിക്കുമോ എന്നുള്ളതിൻ്റെ മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. അമേരിക്കയിൽ പോകുന്ന ആൾക്കാർ ഈ പ്രഗ്നൻസി ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. അതായത് അമേരിക്കയിൽ പോയിട്ട് അവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവിടെ പോവുകയും അമേരിക്കയിൽ പോയി പ്രസവിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് അവിടെ പൗരത്വം ലഭിക്കുകയും പിന്നാലെ മാതാപിതാക്കൾ പൗരത്വം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ തടയിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് നമുക്ക് NRC നടപ്പിലാക്കി. അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന അത് നടപ്പിലാക്കിയത് ആസാമിലാണ് നടപ്പിലാക്കിയത്. ആദ്യമായിട്ട് 2019 അന്ന് ഏതാണ്ട് 19 ലക്ഷത്തോളം ആൾക്കാർ ഈ പറയുന്ന പട്ടികയിൽ ഉൾപ്പെടാതിരുന്നിട്ടുണ്ട്. അതായത് ആസാമിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഖ്യയല്ല അവിടെ കുടിയേറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. അപ്പോൾ അവരോട് ചോദിക്കും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ജനിച്ചതാണ് എന്നുള്ളതിന് രേഖയില്ല. അപ്പോൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവിടെ ജനിച്ചവരാണോ, അതിൻ്റെ രേഖയുണ്ടോ? ആ രേഖയില്ലെങ്കിൽ ഇവിടെ ഇല്ല. നമുക്കൊക്കെ ഇത് തെളിയിക്കാൻ പറ്റും നമ്മൾ ഇവിടുത്തുകാരാണ് എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ്. ഒന്നാമത്തെ കാര്യം ജനന സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിലുണ്ടാവും. പിന്നെ മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റുകൾ, വിവിധങ്ങളായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതിന് ആവശ്യമുണ്ട്. വോട്ടർ ID വേണം, ആധാർ വേണം. പക്ഷേ ഇതൊന്നും പൗരത്വ രേഖയായിട്ട് പരിഗണിക്കില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് രേഖകൾ സമാഹരിച്ചാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത്. നമ്മുടെ വീടിൻ്റെ രേഖ, അതുപോലത്തെ അതിലേക്ക് പൂർവിക സ്വത്തിൻ്റെ രേഖ നമുക്കൊക്കെ തെളിയിക്കാൻ പറ്റുമല്ലോ. തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണെന്നൊരു ചോദ്യം വരും. നിങ്ങളില്ല എൻ്റെ ഞാൻ വോട്ടറില്ല, എനിക്ക് വോട്ടർ ID ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ ID ഇല്ല. ഓക്കെ ശരി, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ ആധാരം ഇതിൻ്റെ പകർപ്പ് കൊണ്ടുവരൂ. നിങ്ങൾ പ്രമാണം ഉണ്ടല്ലോ അവിടെ ഉണ്ടാവുമല്ലോ, അതിനകത്തുണ്ടാവുമല്ലോ നിങ്ങളുടെ അച്ഛൻ ഇന്ന ആൾക്കാർക്കൊക്കെ അവകാശമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ രേഖകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുമില്ല, എനിക്ക് വീടില്ല, എനിക്ക് റേഷൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? അതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരാ പിന്നെ? അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖ വേണം. റേഷൻ കാർഡ് ഉണ്ടാവാനായിട്ട് സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല. ജനന സർട്ടിഫിക്കറ്റ് കിട്ടാൻ സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല. ഇന്ത്യയിൽ ജനിക്കാൻ ആശുപത്രിയിൽ ജനിക്കുമ്പോഴാണ് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഇവിടെ ജനിച്ചതിനുള്ള രേഖകൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരാണെങ്കിൽ ഉണ്ടാവും, അതല്ലാത്തവർക്ക് ഉണ്ടാകില്ല. അപ്പോൾ അവരെ ഇവിടെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമം കാണിക്കാനാണോ ഇത്തരത്തിലൊരു നേറ്റിവിറ്റി കാർഡ് എന്നൊരു സംശയം വരുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് കൊടുത്തിട്ട് ഇത് വെച്ച് പൗരത്വം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പില്ല. ഇവിടെ പൗരത്വം കിട്ടണമെങ്കിൽ പൗരത്വത്തിന് ആവശ്യമായ രേഖകളുണ്ട്, അത് വേണം. അപ്പോൾ ഈ പറയുന്ന പൗരത്വത്തിനെ മറികടക്കാനൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ഇപ്പോൾ SIR കൂടി വന്നല്ലോ. അപ്പോൾ ഇനി പിന്നാലെ NCR നടപ്പിലാക്കും. ഈ പറയുന്ന പൗരത്വ രജിസ്റ്ററും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും ഒക്കെ നടപ്പിലാക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാർ വെളിയിൽ പോയിക്കും. ഏത് രാജ്യത്താണ് അവരുടെ സിറ്റിസൺ അല്ലാത്തവരെ അവർ നിലനിർത്തുന്നത്? ഒരു രാജ്യവും ചെയ്യില്ല. നമ്മൾ സൗദി അറേബ്യയിൽ പോയിട്ട് ഞാൻ പറയുകയാണ് എനിക്കിവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിസ ഇല്ല, എനിക്ക് ഈ പറയുന്ന രേഖകളില്ലെങ്കിൽ അവരവിടുന്ന് പുറത്താക്കും. അവർ ഞാൻ എവിടെയാണോ വന്നത് അവിടേക്ക് തിരിച്ചു വിടും.
പാകിസ്ഥാനിലുണ്ട് ഈ പറയുന്ന സിറ്റിസൺസ് കാർഡ് എന്ന് പറയുന്നത്, സിറ്റിസൺ കാർഡ് പറയുന്ന എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊന്നും പാടില്ല, ഇവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും പറ്റില്ല, അങ്ങനത്തെ കാർഡോ രേഖയൊന്നും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ല, മറ്റാൾക്കാരെ കൊണ്ട് കയറ്റാൻ കഴിയില്ല, അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രതിഷേധം ഉണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്, വിവാദം ഉണ്ടാകുന്നതൊക്കെയാണ്. അപ്പോൾ ആധാർ പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദേശീയ തിരിച്ചറിയൽ കാർഡിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇവിടുത്തെ സിറ്റിസൺ ആണ്. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാർഡുണ്ട്, എല്ലാവർക്കും കാർഡുണ്ട്, എല്ലാ രാജ്യത്തും ഇത്തരത്തിലുള്ള കാർഡുകളുണ്ട്. കാർഡുകളില്ലാത്ത രാജ്യങ്ങളില്ല. അപ്പോൾ നമുക്ക് അത് വളരെ കുറവായിരിക്കും. ഇനി ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരത്വ കാർഡൊക്കെ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരനെന്ന് തെളിയിക്കാനായിട്ട് ഒരു സിറ്റിസൺ കാർഡ് അത്യാവശ്യമാണ്. ദേശീയ തിരിച്ചറിയൽ കാർഡ്, ഞാൻ ഇവിടുത്തെ നാഷണലാണ്, ഞാൻ ഇന്ത്യൻ നാഷണലാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാർഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നേറ്റിവിറ്റി കാർഡ് പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നേറ്റിവിറ്റി ആനുകൂല്യം സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ വ്യവസ്ഥയ്ക്ക് പൊതു സ്വഭാവമല്ല നിലവിലുള്ളത്. നമ്മുടെ ഈ കേരളത്തിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ രീതിയല്ല ആന്ധ്രയിലുള്ളതല്ല, തമിഴ്നാട്ടിലുള്ളതല്ല, കർണാടകയിലുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനും എല്ലാം പോവുകയാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് റവന്യൂ അധികാരികളാണ് ഈ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ ലാൻഡ് റവന്യൂ മാനുവലിൽ കേരളത്തിൽ ഇതിനെ പറ്റിയിട്ട് വ്യവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണല്ലോ. അപ്പോൾ ജന്മം കൊണ്ടൊക്കെയാണ് ഒരാൾക്ക് ഈ പറയുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ അവസ്ഥയാണെങ്കിൽ കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ മതി. ഞാൻ ഒരു 6 മാസമായിട്ടോ ഇല്ലെങ്കിൽ 1 വർഷമായിട്ടോ കേരളത്തിൽ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മളിങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരാൾ വന്ന് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണ്, അയാളൊരു 5 വർഷമായി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ എന്ന് കരുതി അയാൾ പൗരനാണോ എന്ന് തെളിയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ ശ്രീലങ്കക്കാരനാണെങ്കിലോ, ശ്രീലങ്കയിലേക്ക് കുടിയേറിയിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നതാണെങ്കിലോ. ഇപ്പോൾ ബംഗ്ലാദേശി ബംഗാളിലേക്ക് പതിയെ കുടിയേറി അവിടെ നിന്ന് തൊഴിൽ അന്വേഷിച്ച് കേരളത്തിലേക്ക് വന്നു, അവനിവിടെ താമസിക്കുന്നു, അവന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൗരത്വ രേഖയിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് സർക്കാർ പറയുകയാണെങ്കിൽ, എന്നിട്ട് ഈ പറയുന്ന അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയായിട്ട്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ട് കിട്ടും. കുറേ നാളായിട്ട് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ വാടക ചീട്ടിൻ്റെ കോപ്പിയും തിരിച്ചറിയൽ കാർഡും ഒക്കെ കൊടുത്താൽ മതി. ഈ കേരളത്തിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾ ആദ്യം ചെയ്യുന്നത് ആധാർ കാർഡ് എടുക്കുക എന്നുള്ളതാണ്. വോട്ടർ ID എടുക്കാൻ പ്രയാസമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് SIR ഒക്കെ നടപ്പിലാക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇവർ മറ്റ് പല രേഖകളും ഉണ്ടാക്കും, എന്നിട്ട് പോയിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും. കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയാക്കി മാറ്റുകയാണെങ്കിൽ കേരളത്തിൽ വന്ന് ഈ പറയുന്ന ആധാർ കാർഡ് ഒപ്പിച്ചതിന് ശേഷം പിന്നെ ഈ വാടക ചീട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് കുറേ നാളായിട്ട് ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ ഈ പറയുന്ന പൗരത്വ രേഖയായിട്ട് അംഗീകരിച്ചാൽ അത് ഈസി ആയില്ലേ, എളുപ്പമായില്ലേ. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കാനാണോ പിണറായി വിജയൻ ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ് പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കണമെന്ന് പറയുന്ന വാദവുമായിട്ട് വരുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പൗരത്വമായിട്ട് അംഗീകരിക്കാൻ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോടതി ഇത് അംഗീകരിക്കില്ല, ഇന്ത്യയിലെ നിയമവും ഇത് അംഗീകരിക്കില്ല. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധാരണഗതിയിൽ ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നൽകാറുണ്ട്. അതിൻ്റെ പേരിൽ തർക്കവും ഉണ്ടായിട്ടുണ്ട്. തെലങ്കാനയിലാണ് ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത്. അത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചാൽ അവിടുത്തെ സാധാരണക്കാരനായ വിദ്യാർത്ഥി, അവിടുത്തുകാരനായിട്ടുള്ള വിദ്യാർത്ഥി എന്ന് അംഗീകരിക്കൂ എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നേറ്റിവിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടാകും, അത് അവിടുത്തുകാരനാണ് തെളിയിക്കാൻ കഴിയും. അവിടെ ഞാൻ തെലങ്കാനയിൽ പോയിട്ട് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചതെങ്കിൽ ഞാൻ അവിടുത്തുകാരനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അവിടെ ജനിക്കണമെന്നുള്ളതില്ല. അപ്പോൾ ഇവിടുത്തെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനും ഇത് തന്നെയാണ്. അപ്പോൾ ചില ബുദ്ധികളായിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ കയറുന്നവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കാണ് പിണറായി വിജയൻ ഒരുങ്ങുന്നത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവൻ വോട്ടർ ID കിട്ടിക്കഴിഞ്ഞാൽ അവൻ വോട്ടറായി, അവനൊരു വോട്ട് ബാങ്കായി. അത് CPMന് കിട്ടുമെന്ന് CPMന് ഉറപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഉള്ള ഒരു ശ്രമമായിരിക്കാനാണ് സാധ്യത. അല്ലാതെ നേറ്റിവിറ്റി കാർഡ് കൊണ്ട് പ്രത്യേകിച്ച് അടിയന്തര ആവശ്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല.
അത് ഈ പറയുന്ന പലരും ഈ മലപ്പുറം മേഖലയിലൊക്കെ ഈ പണ്ട് പാകിസ്ഥാനിൽ കറാച്ചി ഇന്ത്യയുടെ ഭാഗമായിരുന്ന സമയത്ത് കറാച്ചിയിലായിരുന്നവരുണ്ടായിരുന്നു. അന്ന് വിഭജനത്തിന് ശേഷം അവർ പാകിസ്ഥാനിൽ നിന്നപ്പോൾ അവിടെ തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി. ഇന്ത്യൻ സിറ്റിസൺ അല്ല, അവർ പാകിസ്ഥാൻ സിറ്റിസൺ ആയിട്ട് മാറി. അങ്ങനെയുള്ളവർ തിരിച്ച് അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മലപ്പുറത്ത് ചിലരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതുവഴി പൗരത്വം നേടാൻ കഴിയുമോ? പാകിസ്ഥാൻ സിറ്റിസണാണ് അവർ മലയാളികളാണ് ശരിയാണ്, പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് പോയവരാണ്. ഇവിടെ പാകിസ്ഥാന് വേണ്ടി വാദിച്ചവരുമാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് എന്ന് ആലോചിക്കുകയും കൂടി വേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ നേറ്റിവിറ്റി കാർഡ് ഇറക്കുന്നതിന് ദുരുദ്ദേശമുണ്ട് എന്ന് സംശയിക്കാതിരിക്കാൻ തരമില്ല.